കാറ്റത്തെ കിളിക്കൂടിയിൽ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരനെയും കൂട്ടിക്കൊണ്ട് നിധിയും സുധീഷും സുഭാഷും ഒക്കെ ബീച്ചിലേക്ക് പോകുന്നു. തിരമാലകൾ കാലുകളെ തൊട്ട് തലോടുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. നിധിയും സുധീഷും സ്വയം മറന്നുകൊണ്ട് പരസ്പരം ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സുഭാഷ് നികേഷിനോട് പറയുന്നുണ്ട്, എടാ നികേഷേ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം, കുറച്ച് സമയം അവർ തനിച്ച് നിൽക്കട്ടെ. ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് സുഭാഷിനോടൊപ്പം കരയിലേക്ക് പോകുന്നു. ഭാസ്കരൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇവിടെയെല്ലാം ആളുകൾ നിൽക്കുന്നത് കണ്ടില്ലേ? പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ സിഗരറ്റ് വലിക്കാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് പിറുപിറുത്തുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഉടനെ തന്നെ സുഭാഷ് ഒരു ഷീറ്റ് വിരിച്ച് നികേഷും സുഭാഷും അതിൽ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം സുഭാഷ് നികേഷിനെയും കൊണ്ട് മാറി നിൽക്കുന്നത് സുധീഷ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ചേട്ടനും അനിയനും ബുദ്ധി വെച്ച് തുടങ്ങി, അല്പസമയത്തേക്കെങ്കിലും ഞങ്ങളെ തനിയെ വിട്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിട്ടിയ അവസരം മുതലാക്കുകയാണ് സുധീഷ്. തനിച്ച് നിൽക്കുന്ന നിധിയോട്, വാ നിധി, നമുക്ക് അങ്ങോട്ടേക്ക്, തിരമാലകൾ വരുന്നത് കണ്ടില്ലേ, അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരമാലകൾ വരുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. തിരയടിക്കുന്ന സമയത്ത് കരയിലേക്ക് ഓടും ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ തിരമാലകൾ വരുന്നത് കണ്ട് പേടിച്ച് സുധീഷിനെ ഇറുകെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മുടെ സുധീഷ് ഇത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. മോളെ നിധി, തിരമാലകൾ ഇങ്ങനെ കാലിൽ വന്നടിക്കുന്ന സമയത്ത് ഒരു കുളിരൊക്കെ തോന്നുന്നുണ്ടല്ലേ? നല്ല സുഖമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കടൽ ഏതാണെന്ന് അറിയാമോ? അത് ഗുജറാത്തിലാണുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നിധി, ആണോ, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് നമ്മുടെ സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തങ്ങളുടെ ഇടയിലേക്ക് ഒരു കട്ടുറുമ്പായി വന്ന അച്ഛനെ വളരെ ദേഷ്യത്തോടെ നോക്കുകയാണ്. എന്തിനാ ഇയാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? എവിടെ ചെന്നാലും പ്രശ്നമുണ്ടാക്കാനേ ഇയാൾക്ക് അറിയത്തുള്ളൂ എന്നിങ്ങനെ സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതിനിടയിൽ നിധി സുധീഷിനെ ശ്രദ്ധിക്കാതായി. നിധിയും ഭാസ്കരനും സംസാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇത് നികേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് സുഭാഷിനോട് പറയുന്നുണ്ട്, ചേട്ടാ കണ്ടോ, അങ്ങോട്ടൊന്ന് നോക്കിയേ, അങ്ങേര് ഇവിടെ നിന്നും എഴുന്നേറ്റ് ചെന്നിരിക്കുന്നത് അവരുടെ അടുത്തേക്കാണ്. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്ക്, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് പെട്ടെന്ന് ചെന്ന് ഭാസ്കരൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നുണ്ട്, അച്ഛാ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം, ഒന്നിങ്ങോട്ടേക്ക് വന്നേ. എന്തിനാടാ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്? ഞാൻ മോൾക്ക് കടലിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയല്ലേ. ഇത് കേട്ട് നിധിയും പറയുന്നുണ്ട്, അതെ സുഭാഷ് ഏട്ടാ, അച്ഛൻ അവിടെ നിൽക്കട്ടെ, അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു, എനിക്കറിയാത്ത കാര്യങ്ങൾ തന്നെയാണ്, അച്ഛനെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. ശരിയല്ല മോളെ, അതൊക്കെ പിന്നെ പറയാം, എനിക്ക് അച്ഛനുമായിട്ട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഭാസ്കരൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് മണലിലേക്ക് നടക്കുകയാണ്. കരയിലെത്തിയതും ഭാസ്കരൻ സുഭാഷിൻ്റെ കയ്യിൽ നിന്നും കുതറി മാറുകയാണ്. വിടടാ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ അവിടെ നിന്ന് ആ മോളോട് സംസാരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾ എന്തിനാണ് അവർ സംസാരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയത്? കുറച്ചു നേരം അവർ തനിച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഓ പിന്നെ വീട്ടിൽ വെച്ച് തനിച്ച് സംസാരിക്കാത്തവരല്ലേ ഈ കടലിൽ വെച്ച് സംസാരിക്കുന്നത്? അതൊന്നും നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് പോവേണ്ട എന്ന് പറഞ്ഞാൽ പോണ്ട. അച്ഛാ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ ഞാൻ പോകുന്നില്ല, നീ പോ എന്ന് പറയുവാണ്. അല്പനേരം കഴിഞ്ഞതും സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി എൻ്റെ കാലൊക്കെ വേദനിക്കുന്നു, കുറേ നേരമായില്ലേ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, കുറച്ചു നേരം കരയിൽ കയറി ഇരുന്നാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി ചുറ്റുപാടും നോക്കുന്നുണ്ട്. അല്ല, സുഭാഷ് ഏട്ടനെയും നികേഷിനെയൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അവർ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്, നമ്മൾ അത്രയും ദൂരം നടന്നു പോണ്ടേ, കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്ന് കാലിൻ്റെ വേദനയ്ക്കൊന്ന് മാറുന്ന സമയത്ത് അങ്ങോട്ട് നടന്നു പോവാമെന്ന് പറയുകയാണ്. ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും സുധീഷും അങ്ങ് കരയിൽ കുറച്ച് നേരം ഇരിക്കുകയാണ്. അതിനിടയിൽ സുധീഷ് തൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഫോണിലേക്ക് നോക്കിയതും ആശ്ചര്യത്തോടു കൂടി നിധിയോട് പറയുന്നുണ്ട്, ദേ നോക്ക് നിധി. എന്താ സുധീഷ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂസ് ഒന്ന് നോക്കിയൊക്കെ 10 ലക്ഷം പേരൊക്കെയാണ് കണ്ടിരിക്കുന്നത്.
ഇത് കേട്ട് നിധിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിധി ഒരുപാട് കമൻസും വന്നിട്ടുണ്ട്. ഞാൻ വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കമൻസായി സുധീഷ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ബെസ്റ്റ് കപ്പിൾ, ബ്യൂട്ടിഫുൾ കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെയാണ് നിധി വന്നിരിക്കുന്നത്. പെട്ടെന്ന് നിധി സുധീഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കിക്കൊണ്ട് കമൻസ് എല്ലാം വായിച്ച് സ്വയം മറന്ന് ചിരിക്കുകയാണ്. ഇത് കണ്ട് സുധീഷിനും സന്തോഷമാവുന്നുണ്ട്. അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ എൻ്റെ ഭാര്യ സ്വയം മറന്ന് ചിരിക്കുന്നു, ഇത്രത്തോളം സന്തോഷത്തിൽ അവളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല, ഇത് ഒരു തക്ക സമയം തന്നെയാണ്. ഈ സമയത്ത് അവളോട് എന്തും പറയാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സുഭാഷ് ചുറ്റിനും നോക്കുന്നുണ്ട്. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട്, അല്ല അവരെ കാണുന്നില്ലല്ലോ നികേഷേ, ഇവിടെ അടുത്തൊന്നും കാണുന്നില്ല, എവിടെ പോയോ ആവോ, നമ്മൾ പോകുന്നതിന് മുന്നേ അവരിങ്ങോട്ടേക്ക് വരില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അവർ വരുവാണെങ്കിൽ വരട്ടെ ചേട്ടാ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ അറിയാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ, അവരങ്ങോട്ടേക്ക് വന്നോളൂ. ഞാൻ കുറച്ചു നേരം സുഭാഷ് ഏട്ടൻ്റെ മടിയിൽ കിടക്കട്ടെ, നല്ല കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ മടിയിൽ കിടക്കുന്നുണ്ട് നികേഷ്. ഇതേ സമയം വളരെ സന്തോഷത്തോടെ സുധീഷ് നിധിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി നിന്നെ കാണാൻ വളരെ ഭംഗിയുണ്ടെന്ന് പറയുന്നു, അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ സുധീഷ് എന്ന് പറയുമ്പോൾ, ഓ നിനക്ക് അറിയാമല്ലേ, പിന്നെ നീ ഇതിനു മുൻപ് കടലിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫാമിലിയോട് കൂടി നമ്മൾ വരുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് നിധി പറയുന്നുണ്ട്. ഇതേ സമയം ഭാസ്കറിനെ 2 പോലീസുകാർ സുഭാഷ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സുഭാഷിനെ കണ്ടതും ഭാസ്കരൻ പറയുന്നുണ്ട്, ദാ ആ ഇരിക്കുന്നതാണ് എൻ്റെ മകൻ സുഭാഷ്. എന്നാൽ സുഭാഷ് പെട്ടെന്നാണ് അച്ഛൻ്റെ കൂടെ പോലീസുകാരെ കണ്ടതും ഭയന്നുകൊണ്ട് ഓടിച്ചെല്ലുവാണ്. അച്ഛ എന്തു പറ്റി, എന്താ പോലീസുകാരൊക്കെ? സാറേ ഇതെൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിടൂ, അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് പോലീസുകാർ പറയുന്നുണ്ട്, ഇതേ പൊതു സ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ ചെയ്തത്. ഇത് കേട്ട് സുഭാഷിനാകെ പേടിയാവുന്നുണ്ട്. അയ്യോ അച്ഛൻ അങ്ങനെ ചെയ്തോ? സോറി സർ, അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇനി ഞങ്ങളെ അച്ഛനെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസുകാർ അതൊന്നും കേൾക്കാതെ സുഭാഷിനെയും അച്ഛനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് പോലീസുമായി സംസാരിച്ച് ഒരു കോംപ്രമൈസിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്നാണ് പോലീസ് പറയുന്നത്. ഇതേ സമയം സുധീഷ് ആണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. എന്തായാലും തൻ്റെ മനസ്സിലുള്ളതെല്ലാം നിധിയോട് തുറന്നു പറയാൻ പറ്റിയ സമയമാണ് എന്നൊക്കെ ഉദ്ദേശിച്ച് നിധി എന്നിങ്ങനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് നിധിയും സുധീഷും ഇങ്ങനെ അച്ഛനും പോലീസും സുഭാഷും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് കാണുന്നത്. അങ്ങോട്ട് നോക്ക് സുധീഷ്, അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് നിധി പറയാണ്. ഇത് കേട്ട് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേക്കും അപശകുനമായി ഈ അച്ഛൻ വരും, ഇനി എന്താണാവോ പ്രശ്നം, ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നിധിയെയും സുധീഷിനെയും കണ്ട് പോലീസുകാർ ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ സുഭാഷ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. ഇതെൻ്റെ അനിയനും അവൻ്റെ ഭാര്യയുമാണ്, ഇതെൻ്റെ മറ്റൊരു അനിയനാണ് നികേഷ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ പോലീസുകാർ ഭാസ്കറിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുകയാണ്. ഓഹോ, അപ്പോൾ നിങ്ങൾ കുടുംബവുമായിട്ടാണ് വന്നിരിക്കുന്നത്, മരുമോളടക്കമുണ്ടല്ലോ ഫാമിലിയിൽ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക്, അത് പാടില്ല എന്ന് അറിയത്തില്ലേ? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, സോറി സാർ, ഞാൻ വീണ്ടും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ശരി ഇത്തവണത്തേക്ക് ഞങ്ങൾ വെറുതെ വിടുവാണ്, ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരുമൊന്നുമില്ല, അങ്ങ് സ്റ്റേഷനിലേക്ക് പബ്ലിക് ന്യൂസൻസിന് ഒരു കേസ് എടുത്തുകൊണ്ട് ഞങ്ങളങ്ങ് അകത്തിടും. പോലീസുകാർ അവിടെ നിന്നും പോയതും ഭാസ്കരൻ പെട്ടെന്ന് അരയിൽ നിന്നും ബോട്ടിലെടുത്ത് വീണ്ടും മദ്യപിക്കാനായി തുടങ്ങുകയാണ്. പെട്ടെന്ന് സുഭാഷ് അത് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. എന്താ നിങ്ങൾ ചെയ്യുന്നത്, പോലീസുകാർ മദ്യപിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയതല്ലേ ഉള്ളൂ, വീണ്ടും ഇത് തന്നെ ചെയ്യുവാണോ, ജയിലിൽ പോയി കിടക്കാനാണോ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഭാസ്കരൻ ദേഷ്യപ്പെടുന്നുണ്ട്. എടാ അതിങ്ങത്താ, ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് നിധിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിധി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലേസ് അല്ലേ, ഇവിടെ വരുന്നവരെല്ലാം സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് വരുന്നത്.
ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് വരുന്നത്. നിങ്ങളോട് വരണോ എന്ന് ചോദിച്ചത് എല്ലാവരുമായി വരുമ്പോൾ നിങ്ങൾ മാത്രം വരാതിരിക്കുന്നത് ഒരു വിഷമമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് പറയുവാണ്. ഇതെല്ലാം വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണെന്ന് നിധി പറയുന്നുണ്ട്. ശരി, ഒരു തെറ്റുപറ്റി. കടലൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ബോട്ടിലെടുത്തത്. അപ്പോഴാണ് പോലീസുകാർ വന്നത്. അതിനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിധി മോളെ, നീ വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം, എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് സുഭാഷും നിധിയുമൊക്കെ അങ്ങ് കുറച്ച് അകലേക്ക് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ നിധി ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത് കൊണ്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെല്ലാം പതിവുള്ള കാര്യങ്ങളല്ലേ, അദ്ദേഹം എവിടെയും പോവത്തില്ല, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ല, മോള് സമാധാനത്തോടെ ഇരിക്കേ. അങ്ങനെ നിധിയുടെ ടെൻഷൻ മാറ്റാനായി നികേഷ് ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അവരെ ചിലവഴിക്കുകയാണ്. രാത്രിയായതും ഒരു ഓട്ടോ വിളിച്ച് അവർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭാസ്കരൻ വളരെ ദേഷ്യത്തോടെ ഉമ്മറത്ത് ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് സ്വയം പറയുന്നുണ്ട്, സുഖമായി വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്ന എന്നെ വിളിച്ച് ബീച്ചിലേക്ക് കൊണ്ടുപോയി, എന്തിനായിരുന്നു ഇതൊക്കെ എന്നിങ്ങനെ സ്വയം പറയുന്നത് കേട്ട് നമ്മുടെ സുധീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. കേട്ടോ, നീ ഇതൊക്കെ കേൾക്കണം നിധി, നിനക്കല്ലായിരുന്നോ ഇവരെയും കൂട്ടി ബീച്ചിലേക്ക് പോകണമെന്ന് നിർബന്ധം? ഇതൊക്കെ നീ കേൾക്കേണ്ടത് തന്നെയാണെന്ന് നിധിയെ നോക്കിക്കൊണ്ട് പറയുന്നു. ഇത് കേട്ട് നിധി തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് ഹാരീഷ് അകത്തുനിന്ന് വരുന്നത്. അല്ല, എന്തിനാ സുധീഷ് ഏട്ടാ നിങ്ങളിങ്ങനെ ഏടത്തിയെ വഴക്ക് പറയുന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നികേഷ് പറയുന്നു, ദേ ഇവരെയും കൊണ്ടാണ് ബീച്ചിലേക്ക് പോയത്, അവിടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി ഞങ്ങളെ പോലീസ് വാൺ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ഇവരെയും കൊണ്ട് നിങ്ങൾ പോയത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എല്ലാം ഇവള് കാരണമാണ് എന്ന് പറയുന്നത് കേട്ട് നികേഷും ഹരീഷും പറയുന്നുണ്ട്, എന്തിനാ ഏടത്തിയെ വെറുതെ വഴക്ക് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല, ഇവരല്ലേ പ്രശ്നക്കാരൻ, അതിന് ഏടത്തിയെ ഇങ്ങനെയൊക്കെ പറയണ്ട എന്നിങ്ങനെ നികേഷും പറയുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റാടാ ചെയ്തതെന്ന് ദേഷ്യത്തോടെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾ അവിടെ ചെന്ന് എന്താണ് ചെയ്തത്? നമ്മൾ അവിടെ പോയത് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അവിടെ ആ കുട്ടി കുറച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേക്കും നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയില്ലേ? മദ്യപിക്കാൻ ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ അവിടെ പോയി മദ്യപിച്ചത്? ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ ഞാൻ മാത്രമല്ല അവിടെ മദ്യപിക്കുന്ന ഒരാളായിട്ടുള്ളൂ, എല്ലാവരും മദ്യപിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വല്ല കൊലക്കുറ്റം ചെയ്ത പോലെയാണല്ലോ നിങ്ങൾ ഓരോരുത്തരായി എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേടാ, ഞാൻ മദ്യപിച്ചു, ശരി തന്നെയാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. ഞാൻ മദ്യപിച്ച് ആരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല, ആരും കയറി പിടിച്ചിട്ടുമില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ മദ്യപിച്ച് അങ്ങനെ കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെ വളരെ നിസ്സാരമായി ഭാസ്കരൻ പറയുന്നത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. ഓടിച്ചെന്ന് അച്ഛൻ്റെ കഴുത്തിനിങ്ങനെ പിടിക്കാനായിട്ട് ചെല്ലുവാണ്. എന്നാൽ സുഭാഷ് തടയുന്നുണ്ട്. ഇവർ തനി വേസ്റ്റാണെന്നും എങ്ങോട്ട് പോകുമ്പോഴും കൂടെ കൂട്ടരുതെന്നും ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരന് ദേഷ്യം വരുവാണ്. ഓ, ഞാൻ വേസ്റ്റ് ആയിരിക്കും, നീ വലിയ കളക്ടറല്ലേ? ഇത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷ് ഓടിച്ചെന്നൊരു കല്ലെടുത്ത് അച്ഛൻ്റെ നേരെ പാഞ്ഞടുക്കുന്നുണ്ട്. ഇത് കണ്ട് നികേഷ് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? കല്ലെടുത്തുകൊണ്ടാണ് സുധീഷേട്ടൻ വരുന്നതെന്ന് പറയുന്നു. ഇത് ശ്രദ്ധിച്ച ഭാസ്കരൻ പറയുന്നുണ്ട്, നീ എന്താടാ എന്നോട് പറഞ്ഞത്? എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോവാനോ? പ്രശ്നം വഷളാവുന്നത് കണ്ട് നമ്മുടെ സുഭാഷ് പെട്ടെന്ന് പറയുന്നുണ്ട്, ദേ ഹരീഷേ, ആ നികേഷിനെയും സുധീഷിനെയൊക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. അച്ഛാ ഒന്ന് മിണ്ടാതിരിക്കേ, മതി, നിർത്തിയേക്കേ, ഇവിടെ ഇത് അവസാനിപ്പിച്ചേക്കെന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം നിധി ഭാസ്കരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പാവമല്ലേ, എല്ലാവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ തനിച്ചിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഓ പിന്നെ ഞാൻ ഈ ബീച്ചൊന്നും കാണാത്തതല്ലേ, ഞാനിവിടെ ജനിച്ച് വളർന്നതാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളിവിടെ ജനിച്ച് വളർന്ന ആൾ തന്നെയാണ്, നിങ്ങൾ ബീച്ച് കണ്ടിട്ടുമുണ്ടാവും, പക്ഷേ കുടുംബത്തോടൊപ്പം പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചോട്ടെ, ഒരുമിച്ചോട്ടെ, എല്ലാവരും ഒരു കുടുംബത്തോടെ ഒത്തൊരുമയോടെ കാണട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ബീച്ചിലേക്ക് പോയത്. പക്ഷേ എല്ലാം നിങ്ങൾ നശിപ്പിച്ചു. വെറുതെയല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളെ വെറുക്കുന്നത്.
ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ആദ്യം നീ നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് മതി ഞങ്ങളെ ഒരുമിപ്പിക്കല്. പിന്നെ നീ ഇതിനു വേണ്ടിയാണോ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇനി നിങ്ങളെ ഞാൻ എവിടെ പോകുമ്പോഴും വിളിക്കില്ല, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നിധി അകത്തേക്ക് കയറി പോവാണ്. പിറ്റേ ദിവസം രാവിലെ സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നികേഷ് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് അവിടെ ഇരുന്ന സ്കൂട്ടി എടുത്ത് മുറ്റത്ത് കൂടി ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. ഇത് കണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ പഠിക്കുകയല്ലടാ, നീ നിൻ്റെ കാര്യം നോക്ക്, എന്നെ നോക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും താൻ ചെയ്യുന്ന കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നികേഷ് പഠിക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നികേഷേ, രാവിലെ തന്നെ പഠിക്കാനിരിക്കുന്നത്, ഇത് പതിവുള്ളതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് എടുത്ത് എക്സാമൊക്കെ അല്ലേ വരുന്നത്, നന്നായി പഠിക്കണ്ടേ എന്ന് പറയുമ്പോൾ, അതെ നന്നായി പഠിക്കണം, ഫസ്റ്റ് ക്ലാസ് മേടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കണം, അപ്പോഴേ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റൂ. പിന്നെ നീ നല്ല മാർക്കോട് കൂടി വിജയിച്ചാൽ ഞാൻ നിനക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. ഇത് കേട്ട് നികേഷിന് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്താ എടുത്തി, എനിക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, ആദ്യം നീ നല്ല മാർക്കോട് കൂടി പാസ്സാവ്, എന്നിട്ട് ഞാൻ മേടിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നിധി അക്കാര്യം ശ്രദ്ധിക്കുന്നത്. സുധീഷ് ഇങ്ങനെ മുറ്റത്ത് കൂടി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂട്ടിയിൽ. അല്ല എടാ നികേഷേ, ഇതെന്താ നിൻ്റെ സുധീഷ് ഏട്ടന് പറ്റിയത്, ഇത് പതിവില്ലാത്തതാണല്ലോ, ആരെ കാണിക്കാനാ ഈ പ്രഹസനമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് അറിയില്ല ഏട്ടത്തി, കുറച്ച് നേരമായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്, എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നോടിരുന്ന് പഠിക്കാനാണ് പറഞ്ഞത്. സുധീഷ് സ്കൂട്ടിയുമായി നിധിയുടെ അടുത്തെത്തുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ് നീ എന്താണ് ഈ ചെയ്യുന്നത്, എന്ത് പറ്റി, അല്ല കുറേ നേരമായല്ലോ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഇതെന്തിനാ ഇങ്ങനെ വെറുതെ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് എനിക്ക് ആഗ്രഹം കൊണ്ടാണ്, വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, എൻ്റെ ലൈസൻസ് എൻ്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ശരി, കുറച്ച് നേരം കൂടി ഞാൻ വണ്ടി ഓടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയും കൊണ്ട് അങ്ങ് പോവാണ് സുധീഷ്. ഇത് കണ്ട് നികേഷിനോട് പറയുന്നുണ്ട്, എല്ലടാ നിൻ്റെ ഈ സുധീഷ് ഏട്ടന് ഇത് എന്ത് പറ്റി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി, അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അത് ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് നിധിയും നികേഷും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് സുധീഷ് സ്കൂട്ടിയിൽ നിന്നും വീഴാനായി പോകുന്നത്. അത് കണ്ട് നിധി ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കുന്നത്, കുറച്ച് ദിവസമായില്ലേ സ്കൂട്ടിയെല്ലാം എടുത്തിട്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് വീഴാനായി പോയത്. അല്ല ഇത് നിൻ്റെ വണ്ടിയല്ലേ നിധി, നീ എന്താ ഇത് എടുക്കാത്തത്, എന്ന് മുതലാണ് ഇതിൽ ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്കുള്ളിൽ ഞാൻ ഇത് പഠിച്ചിരിക്കും, എന്നിട്ട് വണ്ടിയുമായിട്ടായിരിക്കും ഞാൻ പുറത്തു പോകുന്നത്. ഇത് കേട്ട് സുധീഷ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിനക്ക് ധൈര്യമില്ല നിധി, അതുകൊണ്ട് ഒരിക്കലും നീ ഈ വണ്ടി ഓടിക്കാൻ പോകുന്നില്ല. കേട്ട് നിധിക്ക് വിഷമം തോന്നുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ എന്തിനാ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ നിധി എടുത്തി നന്നായി വണ്ടി ഓടിക്കും. ആര്, നിൻ്റെ ഏട്ടത്തിയോ വണ്ടി ഓടിക്കുന്നത്, പോടാ നീ തമാശ പറയാതെ, ഇത്രയും ദിവസമായിട്ട് ഞാനത് കണ്ടിട്ടില്ല. ഇപ്പം എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഞാൻ തനിയെ വണ്ടി ഓടിക്കുന്നത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് സമാധാനാവോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ സമാധാനാവും, എന്നാൽ ഞാനൊന്ന് കാണട്ടെ എന്ന് സുധീഷ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സുധീഷ് വണ്ടി അവിടെ നിർത്തി മാറി നിൽക്കുകയാണ്. നിധി സ്കൂട്ടിയിൽ വന്ന് കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാർട്ടാക്കാൻ പേടിച്ച് നിൽക്കുകയാണ്. സുധീഷിനോടുള്ള ദേഷ്യം കൊണ്ട് ഭാഷയോടെ നിധി അങ്ങനെ പറഞ്ഞെങ്കിലും നിധിക്ക് തനിയെ വണ്ടി ഓടിക്കാൻ പേടിയാണ്. വണ്ടി സ്റ്റാർട്ടാക്കാതെ ഇരിക്കുന്നത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിധി, നീ എന്താ വണ്ടി എടുക്കുന്നില്ലേ? ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, അത് എനിക്ക് എന്തോ ഒരു കുഴപ്പം, ചെറിയൊരു പേടിയുണ്ട് എനിക്ക് തനിയെ വണ്ടിയെടുക്കാൻ, നീ എന്ന് ബാക്കിലിരിക്കോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. തന്നോട് തന്നെയാണോ ഈ ചോദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ, നിധി നീ എന്നോടാണോ പറഞ്ഞത്, അതെ എനിക്ക് പേടിയായതുകൊണ്ടാ, പിറകിലൊന്ന് ഇരിക്കാമോ, ഒന്നും വിചാരിക്കരുത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് നികേഷ് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഞാൻ വരണോ? അപ്പോൾ ദേഷ്യത്തോടെ നികേഷിനെ നോക്കുകയാണ് സുധീഷ്. കൊന്നു കളയും ഞാൻ എന്ന് പറയുന്നുണ്ട്. നിധി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ പിറകിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുധീഷ് നിധിയുടെ പിറകിൽ കയറിയിരിക്കുന്നുണ്ട്.